Shall I start? At the outset, welcome all to the Prelims Durandar program. Okay, it's a 70 long day journey. Okay, 70 ദിവസം ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് എക്സാമിന് എത്ര ദിവസം കൂടെ ഉണ്ട്? Fairly 69 to 70 days. Okay, ആ കംപ്ലീറ്റ് ഡേയ്സിലും നമ്മൾ ലാസ്റ്റ് വീക്ക് മെന്റർഷിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബട്ട് ടു ദി ലാസ്റ്റ് മൊമെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്ത് ഘട്ടം ഘട്ടമായിട്ട് എന്ത് ചെയ്യാം? ഇത് ചെയ്ത് പോവാം. Okay, that's the plan. Okay, now at first 10-15 minutes ഞാൻ ഇവിടെ എന്താ ചെയ്യുക? I will be explaining you how the program progresses. Okay, it's designed in a scientific manner so as to നിങ്ങൾക്ക് എന്ത് കിട്ടണം? ബെസ്റ്റ് ഔട്ട്പുട്ട് അതിന് കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഡിസൈൻ ചെയ്തിട്ടുള്ളത്. Okay, now what should be your ecosystem? നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് നിങ്ങളുടെ എക്കോസിസ്റ്റം വേണ്ടത്? One, okay, a strong notion that നിങ്ങൾ ഫ്രഷ് ആയിട്ടൊന്നും പഠിക്കുന്നില്ല എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ അതും ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക്, IVC ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കേട്ടിട്ടുണ്ട്. You obviously know about it. Okay, it's not something that is very fresh. Okay, now how would you go about with it? ഒന്ന്, നിങ്ങളുടെ നോട്ട്സ് ഓൾറെഡി ഉണ്ടാവും. നമ്മളിവിടുന്ന് കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള നോട്ട്സും തരും. നിങ്ങളുടെ കയ്യിൽ നോട്ട്സ് ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? കോറിലേറ്റ് ചെയ്യാണ് വേണ്ടത്. അതൊന്നും കൂടെ എന്ത് ചെയ്യണം? റിവിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതൊന്ന് കോറിലേറ്റ് ചെയ്ത് ഒന്ന് റിവൈൻഡ് ചെയ്ത് പോവാണ് വേണ്ടത്. ഓക്കെ, ഇപ്പൊ സാറ് ചില കാര്യങ്ങൾ, ഇപ്പൊ ഞാനും സാറാണ് ആരാണ് എടുക്കുന്നെങ്കിലും നമ്മൾ കാര്യങ്ങൾ കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്ത് പറയും ചില കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ പറയും ഋഗ് വേദിക് പീരീഡിലുള്ള റിലീജിയൻ അല്ല ലീറ്റർ വേദിക്കിലെ പീരീഡിലെ റിലീജിയൻ. അതെന്തിനാണ് പറയുന്നത്? അവിടുന്ന് ഒരു സ്കോപ്പ് ഓഫ് ക്വസ്റ്റൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് പറയും, ചില കാര്യങ്ങൾ ലാഘവത്തോടെ പറയും. കാരണം നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നില്ല? ക്വസ്റ്റൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഓക്കെ, നൗ അത് എന്ത് ചെയ്ത് പോവാ? നിങ്ങളുടെ കോറിലേറ്റ് ചെയ്ത് നിങ്ങളുടെ നോട്ടും കൂടെ കോറിലേറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് പോവാ. നൗ 3 അവർ ക്ലാസ് കഴിഞ്ഞു. 3 അവർ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എന്താണ്? ഈ സാധനം ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാ. ഓക്കെ, ഇനി ഈ 4-5 ദിവസം കൊണ്ട് ഏൻഷ്യൻ മീഡിയവിൽ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഇനി എന്തുണ്ടാവില്ല? ഏൻഷ്യൻ മീഡിയവിൽ ഇനി അങ്ങോട്ട് എടുക്കാനുള്ള സമയം ഉണ്ടാവില്ല. സോ ജസ്റ്റ് ഗെറ്റ് ഇറ്റ് ഓവർ വൺസ് ആൻഡ് ഓൾ. നിങ്ങൾക്ക് 4-5 ദിവസമാണ് എന്ത് പഠിക്കാനുള്ളത്? ഏൻഷ്യൻ മീഡിയവിൽ പഠിക്കാനുള്ളത്. ആ ഏൻഷ്യൻ മീഡിയവിൽ എന്ത് ചെയ്യുക? ഈ 5 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യുക? കവർ ചെയ്ത് തീർക്കുക. ആൻഡ് വെരി വെൽ അത്രയല്ല എന്ത് കവർ ചെയ്യാനായിട്ടായി. ഫൈൻ. ഓക്കെ, നൗ നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് നിങ്ങൾക്ക് CSAT പ്രാക്ടീസ് സെഷൻ കൂടെ ഉണ്ടാവും. ഓക്കെ, അതിനൊരു ടൈം ടേബിൾ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതും എന്ത് ചെയ്യും? ഇതിന്റെ ഒപ്പം പോകും. സോ വാട്ട് ഓൾ ഡു യു റിക്വയർ? നിങ്ങൾക്ക് ഒരു ക്ലാസ് നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിന്റെ റിവിഷൻ സമ്മറി ഷീറ്റ്സ് ഉണ്ടാവും. പിന്നെ എന്ത് വരുന്നുണ്ട്? നിങ്ങൾ ഇതായിട്ട് ബന്ധപ്പെട്ട CSAT പ്രാക്ടീസ് ക്വസ്റ്റൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താണ്? സെക്ഷനലി നിങ്ങൾക്ക് ഓൾറെഡി തന്നിരിക്കുന്ന ടെസ്റ്റ് അല്ലെങ്കിൽ സെക്ഷണൽ ടെസ്റ്റുകൾ ഓരോ സബ്ജക്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്നും കൂടെ റീവിസിറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഈ 4 ദിവസം കഴിഞ്ഞ് ഏൻഷ്യൻ മീഡിയവിൽ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെക്ഷണൽ ടെസ്റ്റുകൾ എന്ത് ചെയ്യാം? അറ്റൻഡ് ചെയ്യാം. സോ വാട്ട് ആർ യു ഡൂയിങ്? നിങ്ങൾ പഠിക്കുന്നുണ്ട്, നിങ്ങൾ സെക്ഷണൽ ടെസ്റ്റ് എടുക്കുന്നുണ്ട്, പിന്നെ എന്താണ്? CSAT ചെയ്യുന്നുണ്ട്. അപ്പൊ അടുത്ത ഡൗട്ട് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് വാട്ട് എവർ ഇസ് റിക്വയർഡ് വിൽ ബി ഇന്റർവ്യൂ ഓൺ. എന്തിലേക്ക് ചെയ്യുന്നുണ്ടാവും? ക്ലാസ്സിൽ ഓൾറെഡി എടുത്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാൻ സ്പീക്കർ എടുക്കുമ്പോൾ ഞാൻ എന്ത് പറയും? സ്പീക്കറിന്റെ റിമൂവൽ ആയിട്ട് ബന്ധപ്പെട്ട കാര്യം ഓൾറെഡി നമ്മളത് പഠിച്ചിട്ടുണ്ട്. ബട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒന്നും കൂടെ അത് എന്ത് ചെയ്യും? എംഫസൈസ് ചെയ്യും. ഫൈൻ. ഓക്കെ, ദാറ്റ്സ് ഫോർ ദി സ്റ്റുഡൻസ് ഹു ആർ ബീൻ preparing for the last 1 year. ഇനി ഫ്രഷ് ആയിട്ടുള്ള സ്റ്റുഡൻസ് they don't have to do anything. ജസ്റ്റ് നിങ്ങൾ ക്ലാസ്സിൽ കേൾക്കുന്ന കാര്യങ്ങൾ, എംഫസൈസ് ചെയ്യുന്ന കാര്യങ്ങൾ നോട്ട്സിലൂടെ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്ത് യാത്ര ചെയ്ത് പോവാം. ഫൈൻ. അതാണ് 2 കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനെ അഡ്രസ് ചെയ്യാനുള്ളത്. ഓക്കെ, നൗ ഹൗ വുഡ് ദി പ്രോഗ്രാം പ്രോഗ്രസ്? ഇനീഷ്യലി നമ്മൾ എന്താണ് വെച്ചിട്ടുള്ളത്? ഏൻഷ്യൻ മീഡിയവൽ ആണ്. അതിന്റെ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏപ്രിലോ മെയ്യിലേക്കോ സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട് ഏൻഷ്യൻ മീഡിയവിലേക്ക് എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് ചെയ്താൽ മതി എന്നുള്ളത്. ബട്ട് വാട്ട് വിൽ ഹാപ്പൻ? അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഏൻഷ്യൻ മീഡിയവിൽ എത്ര വെയിറ്റേജ് ഉണ്ടെന്ന് മനസ്സിലാവും. കുറഞ്ഞ വെയിറ്റേജ് ഉള്ളൂ എന്ന് മനസ്സിലാവും. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്യും ഓൾ ടുഗെദർ. ആ സ്കിപ്പിംഗ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഏൻഷ്യൻ മീഡിയവിൽ പോലെ ടോപ്പിക് എന്ത് ചെയ്തിട്ടുള്ളത്? ആദ്യം വെച്ചിട്ടുള്ളത്. ഫൈൻ. ഓക്കെ, നൗ അത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാ പോവാ? സയൻസിലേക്കാണ് പോവാ. ഓക്കെ, അതിന്റെ ലോജിക് എന്താണ്? സയൻസ് നിങ്ങൾക്ക് ഇച്ചിരി ഡൈജസ്റ്റ് ചെയ്യാനുള്ള സമയം വേണം. കൺസെപ്ച്വൽ ആണ്. അപ്പൊ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തേക്ക് നോക്ക്. ഫ്രോണ്ടിയർ ടെക്നോളജീസ് എന്ന് പറയുമ്പോൾ what is frontier technologies? AI, അതുപോലെ തന്നെ ക്വാണ്ടം ടെക്നോളജി എക്സെട്ര അതിലുള്ള ഡെവലപ്മെന്റ്സ്. 2 സ്പേസ് ആയിട്ട് ബന്ധപ്പെട്ട മിഷൻസ് എക്സെട്ര. പിന്നെ ബയോടെക്നോളജി, ഹെൽത്ത്, എനർജി സെക്ടർ, പിന്നെ ഒരു സെഷൻ കൂടെ ഉള്ളത് ഡിഫൻസ്. അപ്പോ ഇത് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയാ ചെയ്യുക? വിൽ ടേക്ക് ദി ബേസ് ഫസ്റ്റ്. അപ്പൊ AI എന്താണ്, AI സിസ്റ്റംസ് എന്താണ്, ജനറൽ AI എന്താ, എല്ലാം എടുത്തിട്ട് അതിന്റെ റീസെന്റ് ആയിട്ടുള്ള അപ്ഡേറ്റും കൂടെ എന്ത് ചെയ്യും? അതിന്റെ അകത്ത് ആഡ് ചെയ്യും. സോ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ആയിട്ട് ഇനി വേറെ ഒരു കറണ്ട് അഫയർ മെറ്റീരിയലോ എക്സെട്ര ഒന്നും റെഫർ ചെയ്യാൻ പോകണ്ട.
യു സിറ്റ് ഫോർ ദി ക്ലാസ്. അതും ഓരോന്നിലും അതിന്റെ വിഷയത്തിൽ കുറേ കൂടെ ഗ്രാഹ്യമുള്ള ആൾക്കാരാണ് ക്ലാസ് എടുക്കുക. ഓക്കെ, സോ എ സിസ്റ്റംസ് എഞ്ചിനീയർ വിൽ ബി ടേക്കിംഗ് എൻ AI ക്ലാസ്. ഓക്കെ, ബയോടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട് ഹു ഹാസ് എ ബാക്ക്ഗ്രൗണ്ട് ഇൻ ബയോടെക്നോളജി ആയിരിക്കും എന്ത് ചെയ്യുക, അവർക്ക് കുറച്ചും കൂടെ അറിവുള്ള ആൾക്കാരാണ് അത്. അപ്പൊ സോ ഓൾമോസ്റ്റ് 3 or 4 5 പീപ്പിൾ വിൽ ബി ടേക്കിംഗ് ദ ക്ലാസ് ഫോർ സയൻസ്. അത് സിസ്റ്റമാറ്റിക്കലി നിങ്ങൾക്ക് ആ ബെറ്റർ ഇൻഫർമേഷൻ ഇത് ചെയ്യാൻ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നൗ വൺസ് ദാറ്റ് ഈസ് ഓവർ, വിൽ കം ബാക്ക് ടു ആർട്ട് ആൻഡ് കൾച്ചർ ഇൻ 4 സെഷൻസ്. സോ ഏൻഷ്യൻ മീഡിയവൽ ആർട്ട് ആൻഡ് കൾച്ചർ നിങ്ങൾ ലൈക്ലി സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ക്ലാസ് നമ്മൾ എന്ത് ചെയ്യാണ്, ആദ്യമേ തന്നെ കംപ്ലീറ്റ് ചെയ്യാണ്. വിത്ത് ദാറ്റ് ഈ മന്ത് എൻഡ് ആവുമ്പോൾ നിങ്ങൾ എന്ത് കംപ്ലീറ്റ് ആയി, സയൻസും കംപ്ലീറ്റ് ആയി, ഏൻഷ്യൻ മീഡിയവും കംപ്ലീറ്റ് ആയി. ദോസ് സബ്ജക്ട്സ് ആർ ലൈക്ലി നിങ്ങൾ എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യും. സോ ദാറ്റ്സ് ഡൺ. ദെൻ നമ്മുടെ കോറിലേക്ക് കടക്കാണ്. കോർ ഏതാണ്, പോളിറ്റി, അത് കഴിഞ്ഞ് എക്കണോമി, അത് കഴിഞ്ഞ് ജോഗ്രഫി. ദിസ് 1 month ആൻഡ് യുവർ എഫേർട്ട് വിൽ ഡിസൈഡ് വെദർ യു വോണ്ട് ടു ക്വാളിഫൈ പ്രിലിംസ് ഓർ നോട്ട്. എന്തുകൊണ്ടാ, പ്രിലിംസ് പോളിറ്റി എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 16 to 17, എക്കണോമിക്ക് 16 to 17, ജോഗ്രഫി ഒരു 10 to 15. ഇപ്പൊ ടോട്ടൽ എത്രയായി, ഓൾമോസ്റ്റ് 50 questions will come from the crux of the second month. സോ ആ മന്തിൽ നിങ്ങൾക്ക് 2 ഡ്യൂട്ടി ഉണ്ടാവാൻ പാടുള്ളൂ. ഒന്ന് അന്നുള്ള സാധനങ്ങൾ പഠിച്ചു പോവാ, 2 ആ മുമ്പുള്ള ഏൻഷ്യൻ മീഡിയകൾ ജസ്റ്റ് റിവൈസ് ചെയ്ത് പോവാ, അതിന്റെ ടെസ്റ്റ് എടുക്കുക. ഓക്കെ, സ്ലോലി ആൻഡ് സ്റ്റഡി ഈ സമയമാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫുൾ ടെസ്റ്റും തുടങ്ങും. അപ്പോൾ ഫുൾ ടെസ്റ്റ് നിങ്ങൾക്ക് പതിയെ പതിയെ എന്താവണം, ഇംപ്രൂവ്മെന്റ്സും കിട്ടണം. കാരണം എന്താ, നിങ്ങൾ ഓരോ സബ്ജക്ട് എന്ത് ചെയ്താണ്, റിവൈസ് ചെയ്ത് തീർത്ത് പോവാണ്. ഇനി അതിന്റെ അകത്തും നമ്മൾ എന്താ ഉപയോഗിച്ചിട്ടുള്ളത്, വെയിറ്റേജ് അനുസരിച്ചാ. ഫസ്റ്റ് നോക്ക്, പാർലമെന്റ് ആണ്, എക്സിക്യൂട്ടീവ് ആണ്, ജുഡീഷ്യറി ആണ്, ഫെഡറലിസം ആണ്, പിന്നെ നമ്മുടെ ഫിലോസഫിക്കൽ സൈഡ് ആണ്. നോക്ക്, ഫണ്ട്, നാഷണൽ ഇൻകം, മണി സപ്ലൈ, ബാങ്കിങ്, തീം വൈസ് എടുത്താണ് നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്ത് പോവാം. ഫൈൻ. ഓക്കെ, നൗ ലാസ്റ്റ് ട്രാൻസ് എന്താണ്, ജോഗ്രഫിയുടെ കഴിഞ്ഞ ലാസ്റ്റ് ട്രാൻസ് നോക്ക്, ഫില്ലേഴ്സ് ആണ്. ഫില്ലേഴ്സ് എങ്ങനെയാണ്, നിങ്ങളുടെ എക്സാം എന്ത് ചെയ്യും, നിങ്ങളുടെ എക്സാമിൽ മറ്റേ ഒരു പറയില്ലേ 80 മാർക്കിന് 90 മാർക്കിലേക്ക് ചാടുന്ന, ഓക്കെ, അല്ലെങ്കിൽ 75 മാർക്കിന് 90 മാർക്കിലേക്ക് ചാടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ ഫില്ലേഴ്സ് ആണ് ലാസ്റ്റ്. IR 4 ക്ലാസ്, മോഡേൺ ഇന്ത്യക്ക് 4 ക്ലാസ്, എൻവിറോൺമെന്റിനും ഒരു 5-6 ക്ലാസ്. പ്രൈമർലി ബിക്കോസ് ഈ സ്പീഷീസ് ഒക്കെ കണ്ടോ, സ്പീഷീസ് ഒക്കെ നിങ്ങൾ ഇപ്പൊ പഠിച്ചിട്ട് കാര്യമില്ല, ആ ലാസ്റ്റ് മിനിറ്റിൽ ആ എന്ത് വേണം, ആ വിഷ്വൽ മെമ്മറി ഇത് എന്ത് വേണം, നന്നായിട്ട് വേണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ലാസ്റ്റിലേക്ക് വെച്ചിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് എന്താണ്, 4-5 ക്ലാസ് എന്തിലേക്ക് പോകും, പ്ലേസസ് ഇൻ ന്യൂസ്. അപ്പൊ ലാസ്റ്റ് ട്രാൻസിൽ എല്ലാം നടക്കുന്നത് എന്താണ്, ആ അഡീഷണൽ മാർക്ക്, അത് നമ്മൾ ഓർത്ത് വെച്ചെടുക്കുന്ന അഡീഷണൽ മാർക്ക്, അത് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് നമുക്ക് കിട്ടും. ലാസ്റ്റ് പിന്നെ നമുക്ക് നമ്മുടെ PYQs ലൈവ് ആയിട്ട് തന്നെ നമുക്ക് ഡീകോഡ് ചെയ്ത് പരിപാടി അവസാനിക്കും. സോ 3 ട്രാൻസിലായിട്ടാണ്. 3 ട്രാൻസ്, ആദ്യത്തെ ട്രാൻസ് ഏതാണ്, ദ സബ്ജക്ട്സ് വി ആർ ലൈക്ലി ടു മിസ് ആൻഡ് സ്കിപ്പ്, ദാറ്റ് വി ആർ ഡൂയിങ് ഇറ്റ് ഇനീഷ്യലി ഇറ്റ്സെൽഫ്. 2 ദ കോർ ബേസിക്സ്, പൊളിറ്റി, എക്കണോമി ആൻഡ് ജോഗ്രഫി. 3 ദ ഫില്ലേഴ്സ്. ഫില്ലേഴ്സും കൂടി ആകുമ്പോഴത്തേക്ക് എന്താവും, ഓൾമോസ്റ്റ് നമ്മുടെ മാർക്ക് എന്ത് ചെയ്യണം, അപ്പുറത്തേക്ക് ചാടണം. ഓക്കെ, ഇതിൽ ലൈക്ലി സംഭവിക്കാൻ സാധ്യതയുള്ള എന്തൊക്കെയാണ്, ഓക്കെ, ഗ്രാഫ് എങ്ങനെ പോവും, ലൈക്ക് എനി അതർ പ്രോഗ്രാം ഗ്രാഫ് എങ്ങനെയായിരിക്കും, ഇങ്ങനെ. ഓക്കെ, ദാറ്റ് ഷുഡ് നോട്ട് എസെൻഷ്യലി ഹാപ്പൻ. ഓക്കെ, ഇറ്റ് മൈറ്റ് സീം ടു ബി ബർഡൻസം, ചില സമയത്ത് നമുക്ക് ബർഡൻ ആയിട്ട് തോന്നാം, ബട്ട് സ്റ്റിൽ എന്ത് ചെയ്യുക, ഇതിങ്ങനെ പോവാൻ ശ്രമിക്കുക. ഓക്കെ, അവിടെയാണ് ഞങ്ങളെ പോലെയുള്ളവരുടെ ഇമ്പോർട്ടൻസ് വരിക. ഓക്കെ, നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് കോഴ്സ് കറക്ഷൻ ചെയ്ത് തരാൻ പറ്റും, ഇത് എടുത്തോ ഇത് എടുക്കണ്ട എന്നുള്ള രീതിക്ക് പറഞ്ഞു തരാൻ പറ്റും. ഫൈൻ. ഓക്കെ, ദിസ് ഇസ് ബ്രോഡ്ലി വാട്ട് ഇസ് പ്രിലിംസ് ദുരന്തർ. സയന്റിഫിക്കലി നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണ് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സോ വളരെ സയന്റിഫിക് ആയിട്ട് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്ത് ഇത് തീർത്ത് പോവാം. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് പ്ലാൻ തെറ്റി പോകുന്നുണ്ടെങ്കിൽ വി ആർ ദെയർ ടു ഹെൽപ്പ്. ഫൈൻ. സോ ഹാവ് യു അണ്ടർസ്റ്റുഡ് ദി കോഴ്സ് സ്ട്രക്ചർ? ക്ലിയർ ആണോ? ഓക്കെ, ഫസ്റ്റ് ദി ബേസിക്സ് വിച്ച് വി ആർ ലൈക്ലി ടു മിസ്. സെക്കൻഡ് ദി ഫിലോസഫിക്കൽ, നമ്മുടെ എക്സാമിന്റെ ക്രക്സ്, പൊളിറ്റി, എക്കണോമി, ജോഗ്രഫി. Then the fillers, modern India, environment, places in use, IR. Fine. ഇനി ഏതെങ്കിലും കറണ്ട് അഫയർ മെറ്റീരിയൽ വായിക്കാൻ പോണോ? A big no. Okay, കറണ്ട് അഫയർ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ഡിസൈഡ് ചെയ്യണമെന്നില്ല, കയറണോ വേണ്ടിയോ എന്നുള്ള സെക്കൻഡ് ട്രാൻസ് തീരുമാനിക്കും, മാർക്ക് കൂടണോ വേണ്ടിയോ എന്നുള്ള തേർഡ് ട്രാൻസ് തീരുമാനിക്കും, തേർഡ് ആൻഡ് ഫസ്റ്റ് ട്രാൻസ് തീരുമാനിക്കും. Fine, clear? Okay, any doubts? So shall we start the class? Okay, first class ന് സാർ വരും, ഹിസ്റ്ററി. Gallant IAS, chasing your passion to ace.